ഇന്നും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് റീലിലും അതുപോലെ യൂട്യൂബ് ഷോർട്ടുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചെറിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയുടെ കണ്ടതോടെ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. അതിനു മുമ്പ് എന്താണ് പ്രധാനമന്ത്രി 2026 ജൂലൈ 26 അതായത് ഇന്നേ ദിവസം ഞായറാഴ്ച വൈകുന്നേരം പങ്കുവച്ച പുതിയ വീഡിയോയിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായിട്ട് ഒരു ഉന്നതാധികാര ടാസ്ക് ഫോഴ്സ് താൻ രൂപീകരിച്ചതായിട്ടാണ് പ്രധാനമന്ത്രി ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് നന്ദൻ നിലേകനി എന്ന ഒരു ഉന്നത സമിതിയാണ് അദ്ദേഹം ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പരീക്ഷാ രീതികളിൽ പൂർണ്ണമായ അഴിച്ചുപണി നടത്തുന്നതിനായിട്ട് പ്രശസ്ത സാങ്കേതിക വിദഗ്ധനായിട്ടുള്ള നന്ദൻ നിലേകനിയുടെ നേതൃത്വത്തില് സർക്കാർ ഒരു ഉന്നതതല സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. നിലേകനിക്ക് പുറമെ മുൻ ISRO ചെയർമാൻ S സോമനാഥ്, മുൻ IB ഡയറക്ടർ തപൻ തെക്ക, അതുപോലെ IIT മദ്രാസ് ഡയറക്ടർ V കാമക്കോടി എന്നിവരുൾപ്പെടെ പ്രമുഖ സാങ്കേതിക സുരക്ഷാ വിദഗ്ധരും ഈ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങളാണ്. ശരിക്കും മികച്ച ഒരു തീരുമാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇതിനകത്ത് മലയാളി കൂടിയായിട്ടുള്ള ISROയുടെ ചെയർമാനായിരുന്ന S സോംനാഥ് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നല്ല ഒരു ടീമിനെ പ്രധാനമന്ത്രി ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷാ രീതി തന്നെ മാറ്റിമറിക്കുക, ഇത്തരം ചോദ്യ പേപ്പർ ചോർച്ചയടക്കം ഒഴിവാക്കിക്കൊണ്ട് ഒരു പൂർണ്ണമായ പരിഷ്കരണത്തിന് മോദി ഗവൺമെന്റ് തയ്യാറെടുക്കുന്നു എന്നത് വളരെ വളരെ നല്ലൊരു തീരുമാനമാണ്. സാങ്കേതിക വിദ്യയ്ക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകുക, പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും മത്സര പരീക്ഷകളിലുള്ള ജനവിശ്വാസം തിരികെ കൊണ്ടുവരുന്നതിനുമായിട്ട് പരീക്ഷാ നടത്തിപ്പിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിനാണ് സമിതി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ചോദ്യ പേപ്പർ ചോർച്ച തടയുന്നതിനുള്ള പുതിയ ബില്ലിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി വീഡിയോയിൽ. പരീക്ഷാ ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കർശനമായ ആന്റി പേപ്പർ ലീക്ക് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഈ വിഷയത്തെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നുവെന്ന് വ്യക്തം. അതായത് ജെൻസി ഉന്നയിച്ച അടിസ്ഥാനപരമായ ജെന്യുവിൻ കാര്യങ്ങൾ പ്രധാനമന്ത്രി അതേ ഗൗരവത്തോടെ കാണുന്നു. അപ്പൊ നമ്മളിവിടെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പലപ്പോഴും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഭരണകൂടങ്ങൾ ബലപ്രയോഗത്തിലൂടെയോ താൽക്കാലിക ആശ്വാസ നടപടികളിലൂടെയോ അതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായാൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്കും ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും വഴിമാറും. എന്നാൽ ആ പരമ്പരാഗത രീതികൾക്ക് പകരം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വികാരങ്ങൾ മനസ്സിലാക്കി തികച്ചും തന്ത്രപരവും പരിഷ്കരണാത്മകവുമായിട്ടുള്ള ഒരു സമീപനമാണ് പ്രധാനമന്ത്രി മോദി ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് കേവല വാഗ്ദാനങ്ങളല്ല വേണ്ടത്, മറിച്ച് കാര്യക്ഷമവും സുതാര്യവുമായ സംവിധാനങ്ങളാണ് വേണ്ടത്. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പരീക്ഷാ രീതികളിൽ മാറ്റം വരുത്താൻ നന്ദൻ നിലേകനിയെ പോലെയുള്ള സാങ്കേതിക വിദഗ്ധരെ മുന്നിൽ നിർത്തിയത് ഒരു വിശ്വാസം വിദ്യാർത്ഥികളിലെ ഉള്ളിൽ ഉണ്ടാകാൻ സഹായിക്കും. ആരോപണങ്ങളെ ചെറുക്കാനോ രാഷ്ട്രീയത്തിൽ നിന്ന് ഒളിച്ചോടാനോ ശ്രമിക്കാതെ പ്രശ്നം ഗൗരവമായിട്ട് എടുക്കുകയും ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ റോഡ് മാപ്പ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി. കർശന നിയമങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികളും പ്രഖ്യാപിച്ചതിലൂടെ തെറ്റ് ചെയ്തവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അതേസമയം വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുമെന്നുമുള്ള വ്യക്തമായ സന്ദേശം നൽകാൻ ഇതിലൂടെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമരം മുന്നോട്ട് കൊണ്ടുവന്നത് ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളല്ല. പക്ഷെ പരീക്ഷ എഴുതി അത് ക്യാൻസൽ ചെയ്ത സമയത്ത് അതിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അതിൽ മനോവിഷമം ഉണ്ടായി എന്ന ഒരു വസ്തുത ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഗവൺമെന്റിനും അതറിയാം. പക്ഷേ ഈ ഒരു പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുവന്നവര് മറ്റു പലയിടങ്ങളിൽ നിന്ന് വന്ന് കയറിയവരാണെങ്കിലും സാധാരണ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രക്ഷോഭം നടത്തുന്നത് തങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ വരെ മോദി ഗവൺമെന്റിനെ പിന്തുണച്ചിരുന്ന വിദ്യാർത്ഥികളുടെ പോലും മനസ്സിൽ ഗവൺമെന്റ് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ന്യായമായി അതിനോടൊരു എതിർപ്പുണ്ടാവും. കാരണം എക്സാം പേപ്പർ ചോർന്നു എന്നതൊരു വസ്തുതയാണ്. അതിന്റെ പിന്നിലെ കാരണങ്ങൾ ഇനി എന്ത് തന്നെയാണെങ്കിലും ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്കുണ്ടായി എന്നതൊരു വസ്തുതയാണ്. സമരം നടത്തുന്നത് ആര് തന്നെയാണെങ്കിലും അവർ നടത്തുന്ന കാരണങ്ങളിൽ ഒന്ന് തീർച്ചയായും ചോദ്യ പേപ്പർ ചോർന്നതാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊണ്ടോ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ടോ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടായ വിശ്വാസക്കുറവ് പരിഹരിക്കാൻ കഴിയില്ല.
മറിച്ച് അവർക്ക് വേണ്ടത് പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച ചില പാറ്റകളെ കണ്ടിട്ടോ അല്ലെങ്കിൽ സമരത്തിലേക്ക് നുഴഞ്ഞു കയറി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച രാജ്യദ്രോഹികളെ കണ്ടിട്ടോ അല്ല പ്രധാനമന്ത്രി സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചത്. മറിച്ച് ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം, അതായത് ഈ കലാപത്തിലൊന്നും പങ്കെടുക്കാതെ ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഈ രാജ്യത്തുണ്ട്. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രിക്ക് അറിയുകയും ചെയ്യാം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ ഗൗരവമായിട്ട് എടുത്തത്. അതുകൊണ്ടാണ് മോദി തന്നെ നേരിട്ട് വീഡിയോകളുമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയത്, വിദ്യാർത്ഥികളിലേക്ക് എത്തിയത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വീഡിയോയും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. മോദിക്ക് അറിയാം, ആ ഡൽഹിയിലെ തെരുവിൽ വന്ന് കിടന്നവരല്ല മോദിയുടെ യഥാർത്ഥ സപ്പോർട്ടേഴ്സ്. അവിടെ വന്ന് കിടന്നവര് എക്കാലവും മോദിയെ എതിർത്ത് നിന്നവരാണ്. ഏത് സമരങ്ങളിലും നമുക്ക് അവരെ കാണാം. മുൻപുണ്ടായ പല സമരങ്ങളിലും ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളായിരുന്നില്ല സമരം ലീഡ് ചെയ്ത പാറ്റ നേതാക്കൾ. മറിച്ച് മോദിയുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥ നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളോടും നാളെ എഴുതാൻ തയ്യാറെടുക്കുന്നവരോടും രാജ്യത്തെ ജെന്യുവിൻ വിദ്യാർത്ഥികളോടുമാണ്. ആ കമ്മിറ്റ്മെന്റ് ആണ് പ്രധാനമന്ത്രി ഇവിടെ കാണിക്കുന്നത്. സമരം ആര് നടത്തിയതാണെങ്കിലും സമരത്തിന്റെ പിന്നിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട് എന്ന് മോദി സർക്കാർ മനസ്സിലാക്കി തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ പലയിടങ്ങളിലും കണ്ട അടിച്ചമർത്തലുകളിലേക്ക് കൂടുതൽ കടക്കാതെ പ്രധാനമന്ത്രി യഥാർത്ഥ വിഷയം, തൊലിപ്പുറത്തെ ചികിത്സയല്ല, മറിച്ച് യഥാർത്ഥ രോഗം കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധത്തിന്റെ മറവിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെയും അതിനുവേണ്ടി തയ്യാറെടുത്തവരെയും എല്ലാം ഗവൺമെന്റിനും പോലീസിനും നിയമ സംവിധാനങ്ങൾക്കും നന്നായിട്ടറിയാം. അവർക്കുള്ള ചായയും പരിപ്പോടെയും കിട്ടേണ്ട സമയത്ത് സർക്കാരും പോലീസും നിയമ സംവിധാനങ്ങളും കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ ജെനുവിൻ വിദ്യാർത്ഥികളുടെ വിഷയത്തെ അവഗണിക്കാൻ മോദി സർക്കാർ തയ്യാറല്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇവിടെ മോദി ഗവൺമെന്റിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാജ്യം ശക്തമായിട്ട് മുന്നോട്ട് പോകണം, രാജ്യത്തെ ജനങ്ങൾ ശക്തമാകണം. അല്ലാതെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനത്തിന് മോദി ഗവൺമെന്റ് തയ്യാറല്ല. ഇന്നത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ് നാളെ ഈ രാജ്യം ഭരിക്കേണ്ട ഭരണാധികാരികളായി മാറേണ്ടത്. അപ്പോ അവരുടെ ബേസിക് നീഡ് എന്താണെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ജെൻസിയുടെ വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. പലരും വിചാരിച്ചത് മോദി സർക്കാർ ഈ കലാപത്തെ അടിച്ചമർത്താൻ ശ്രമിക്കും, ഒരിക്കലും ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കില്ല. അപ്പോൾ പലരുടെ അടുത്ത തയ്യാറെടുപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഘട്ടം എങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും സമരമുഖം തുറക്കുക, എല്ലായിടത്തും കലാപം അഴിച്ചുവിടുക, കുറച്ച് വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിയിട്ട് പുറകിൽ രാജ്യവിരുദ്ധരും അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളുള്ള കക്ഷികളുമൊക്കെ അണിനിരന്നുകൊണ്ട് വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്ത് രാജ്യത്തെ സ്തംഭിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ പലരും നടത്തിയിരുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാറ്റകൾ മുന്നോട്ട് വച്ച, ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ മോദി സർക്കാർ അംഗീകരിക്കുന്നതും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതും. അത് ശരിക്കും പറഞ്ഞാൽ മോദി ഗവൺമെന്റിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. കലാപമുണ്ടാക്കാമെന്ന പലരുടെയും മോഹങ്ങൾ അതോടെ ഇല്ലാതായി. അതേസമയം മോദി ഗവൺമെന്റിന് ഇപ്പോൾ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ, യഥാർത്ഥ ജെന്യുവിൻ വിദ്യാർത്ഥികൾ, അല്ലാതെ വയസ്സായ മാമന്മാര് അവിടെ വന്ന് സമരം ചെയ്യുന്നവരെ കുറിച്ചല്ല പറയുന്നത്, യഥാർത്ഥ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുക, അവരുടെ ആശങ്കകൾ പരിഹരിക്കുക, അവരുടെ മനസ്സിലുണ്ടായ അവിശ്വാസം അതിനെ തുടച്ചു മാറ്റിയിട്ട് പരീക്ഷകളിലുള്ള വിശ്വാസത്തെ വീണ്ടെടുക്കുക, ശാശ്വത പരിഹാരം ഉണ്ടാക്കുക. അതിനുള്ള ശ്രമമാണ് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. फ्रेंड्स, विद्यार्थियों के भविष्य के लिए भारत सरकार लगातार अनेकविध कदम उठा रही है. जिन लोगों ने विद्यार्थियों के भविष्य के साथ खिलवाड़ किया वे जेलों में सड़ रहे हैं. हमने फास्ट ट्रैक कोर्ट बना चुके हैं. हम कल पार्लियामेंट के अंदर भी कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं. लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति विश्वस्त हो, हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा अब टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा और जल्द से जल्द आने वाली परीक्षाओं की विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा. बहुत बहुत धन्यवाद.